അവൻ അബ്ബാസ്? അറിയില്ല. അറിയില്ലടാ റാസ്കൽ. സത്യം 2 ദിവസമായി അബ്ബാസ് ഭായ് പോയിട്ട്. നീ അവന്റെ ആരാ? എന്റെ ഭാര്യ. ഭായ് നിന്നെ തൂക്കിയെടുത്ത് അകത്തിട്ടാ മതി. അവനങ്ങ് സ്റ്റേഷനിൽ വരും. അത് അറിയാൻ മേലാഞ്ഞിട്ടല്ല, പക്ഷേ അതൊരു ആണത്തും ഇല്ലാത്ത പരിപാടിയാ. ഞാന് അവനെ നേരിട്ട് കണ്ടോളാം. ഇത് ഒരു വഴിത്തിരിവാണെന്ന് വിചാരിക്കണം. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. എല്ലാ ബൂത്തിലും നമ്മൾ ആളുകളുണ്ട്. നമസ്തേ ജി. വാ. വിജയ് आपके पास है जरूर. നേതാജി പറഞ്ഞ പോലെ ഒന്നും സംഭവിക്കില്ല. അബ്ബാസ് ഭായ് എന്നോട് സത്യം ചെയ്ത് പറഞ്ഞു, നേതാജി ജയിക്കും. പോട്ടെ ജഗ്ഗു. നമസ്തേ ജി. നമസ്തേ. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞാനിവിടം വിടും. പാർവതിജി MLA എന്ന് കണ്ട് സന്തോഷത്തോടെ. ഒരുപക്ഷെ ഇനി ഒരിക്കലും ഇങ്ങോട്ട്. അങ്ങനെ പറയരുത്. നിനക്ക് എപ്പോഴും ഇങ്ങോട്ട് വരണം. ഈ സ്നേഹം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇവരുടെ ഗതി എന്താവും? ഇല്ല സർ, ഐ എം ഷുവർ എന്തോ അട്ടിമറി നടന്നിട്ടുണ്ട്. ബാലറ്റ് പേപ്പർ തന്നെ വ്യാജമാണോന്ന് സംശയമുണ്ട്. ഇതൊന്നും അനുവദിച്ചു കൊടുക്കരുത് സർ. സാർ ഇപ്പൊ തന്നെ കമ്മീഷണറുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ധരിപ്പിക്കണം പ്ലീസ്. മീനാക്ഷിപുരം നിയോജക മണ്ഡലത്തിൽ 12 ബൂത്തുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ എതിർ സ്ഥാനാർത്ഥി കുമാരി പാർവതി പണിക്കരേക്കാൾ 15,000-ൽ പരം വോട്ടുകൾക്ക് മുന്നിലാണ് ശ്രീ CK രാധാകൃഷ്ണൻ. ഇതിലേതാണ്ട് ചതിയുണ്ടെന്ന് തോന്നല്ലോ. ഒരു സംഘർഷാവസ്ഥ ഒഴിവാക്കാൻ കൂടുതൽ പോലീസിനെ അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. குடிங்க, சந்தோஷமா குடிங்க. அதான் மினிஸ்டர் சார் கன்ஃபார்ம் ஆயிருச்சு. അളിയാ, തന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇവിടെ ഇനി ഇതുപോലെ ഒരുപാട് ആവശ്യങ്ങൾ വരും. അന്നൊന്നും ഞങ്ങളെ തഴഞ്ഞുകളയല്ലേ. ஒரு மினிஸ்டர் மாதிரியா நீ நடந்துக்கிற? சும்மா உட்காரியா, மூடிட்டு உட்காரியா. அப்பாஸ், நான் உங்களுக்கு வார்த்தை கொடுத்த மாதிரி நீங்க செஞ்ச வேலைக்கு
അയാൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കില്ല. കൂടുതൽ പോലീസ് ഫോഴ്സ് വേണം. ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. ഓക്കെ സർ. എന്താ മേഡം? ഇലക്ഷൻ അസാധുവായി പ്രഖ്യാപിച്ചു. TV ന്യൂസ് ഇന്ന് രാത്രി തന്നെ ഉണ്ടാവും. ഓർഡിനൻസ് നാളെ വരും. ഈ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടന്ന് ഇത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ. സമാധാനമായി. ഛേ, എന്തുപറ്റി? അല്ല, നാടാരെയും അവന്റെ UP-ക്കാരൻ കൂലിത്തല്ലുകാരനെയും ഒന്ന് കൈകാര്യം ചെയ്യാൻ പറ്റിയ സമയമായിരുന്നു. അതിനു മുൻപ് ട്രാൻസ്ഫർ കിട്ടിയില്ലേ? അല്ല, അവന്മാരെ കൊണ്ട് അതല്ലേ പറ്റൂ. വിഷമിക്കണ്ട. ട്രാൻസ്ഫർ ആയി ചെല്ലുന്നിടത്തും കാണും നാടാരും CKയും അബ്ബാസും ഒക്കെ. തൊലഞ്ഞില്ലേടോ? എല്ലാം തൊലഞ്ഞില്ലേ? മന്ത്രി കസാരയും പത്രാസും ഒക്കെ ഇനി വിരലിലെണ്ണാവുന്ന ദിവസത്തേക്കേ ഉള്ളൂ. അയാളും അയാളുടെ ഒരു അമ്മാനുള്ള ഖാനും. അന്നേ ഞാൻ പറഞ്ഞതാ ഇതൊക്കെ ഇങ്ങനെ അവസാനിക്കാനേ സാധ്യതയുള്ളൂ എന്ന്. അപ്പൊ താൻ എന്താ പറഞ്ഞത്? CM പക്കമുണ്ടെന്ന്. എന്ത് പ്രയോജനമാണോ ഇതുകൊണ്ടൊക്കെ ഉണ്ടായത്? CK കവലപ്പെടാத, നമ്മ ഡിസ്റ്റിലറി ഇருக்கு, നീ ഡയറക്ടർ ആയിട്. ഓടോ. അവനോ എന്റെ അമ്മയുടെ ഡിസ്റ്റിലറി അനുവദിച്ച് ഞാനാണെങ്കിൽ അതിന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാനും എനിക്കാവും. തന്നെ പോലുള്ള കുത്തക താല്പര്യങ്ങളുടെ അധോലോക രാജാക്കന്മാരും അവരുടെ താളത്തിനൊത്ത് തുള്ളുന്ന ഇന്നാട്ടിലെ രാഷ്ട്രീയ പേക്കോലങ്ങളുമാണ് ഈ രാജ്യത്തെ ഇങ്ങനെയാക്കിയതെന്ന് എനിക്കറിയാഞ്ഞിട്ടല്ല. ഞാൻ അടക്കമുള്ള ഇവിടുത്തെ സമസ്ത രാഷ്ട്രീയ നേതൃത്വത്തെയും ചുമരുചാരി നിർത്തി വെടിവെച്ച് കൊല്ലേണ്ട കാലം കഴിഞ്ഞുവെന്ന് ഇന്നാട്ടിലെ പാവപ്പെട്ട ഗ്രാമവാസികൾ വരെ മനസ്സിലാക്കി കഴിഞ്ഞു. ലജ്ജ തോന്നുന്നുണ്ടോ? എനിക്ക് ലജ്ജ തോന്നുന്നു. പറയും, ഞാൻ എല്ലാം പറയും. പത്രസമ്മേളനം വിളിച്ചുകൂട്ടി പറയും. നീയും നിന്റെ മുഖ്യമന്ത്രിയും എല്ലാരും തൂങ്ങും. നോക്കിക്കോ. മതി അല്ലേ ജഗോ? അതെ, അബ്ബാസ് ഭായ് ഇങ്ങനെ കുടിക്കാറില്ലല്ലോ. കുടിക്കുന്ന കാര്യം അല്ലടാ പറഞ്ഞത്. നാളെ നമ്മൾ ഇവിടം വിട്ടു പോകുന്നു. തിരിച്ചു പോകുന്നത് നമ്മുടെ പഴയ താവളത്തിലേക്കല്ല. കുറെ യാത്ര ചെയ്യണം. കുറെ കാലം എല്ലാം വിട്ട് എവിടെയെങ്കിലും സമാധാനമായി കൂടണം. അതിനു മുമ്പ് എന്റെ മെയിൻ സാബിനോട് പറഞ്ഞേര്, ഒന്നും അറിഞ്ഞുകൊണ്ടല്ല, ചെയ്തു പോയതിനൊക്കെ അബ്ബാസ് ഭായ് എന്തെങ്കിലും പ്രായച്ചിത്തം ചെയ്തോളാന്ന്. चले जाओ यार. चलो. जैन चल. മതിയായല്ലോ നിങ്ങളുടെ നാടാർക്കും അബ്ബാസിനും. എന്തിനായിരുന്നു ഈ ബഹളമൊക്കെ? ഇപ്പൊ ആർക്കും ഇല്ലാണ്ട് പോയില്ലേ? അബ്ബാസ് ഭായിക്ക് വിഷമമുണ്ട്. എന്നെങ്കിലും ഇതിന് പ്രായച്ചിത്തം ചെയ്തോളാന്ന് എന്നോട് പറയാൻ പറഞ്ഞു. സത്യം. തെമ്മാടികളുടെ മനസ്സിലും നന്മയുണ്ടാവുമെന്ന് മുത്തശ്ശൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായി. മേം സാബ്, എന്നെ വെറുക്കരുത്. ഞാൻ എന്തിനാ ജഗ്ഗുവിനെ വെറുക്കുന്നത്? പിന്നെ അറിഞ്ഞോണ്ട് എന്തിനാ ജഗ്ഗു അയാളുടെ കൂടെ? ഞാൻ അബ്ബാസ് ഭായിയെ വിട്ട് എവിടെയും പോവില്ല, അയാൾ ആരായാലും. ഞാൻ പോണു. ഇനി എന്തെങ്കിലും ഞാൻ വന്നാലും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വേണം എന്നെ കാണാൻ. പോട്ടെ.